ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ദോശമാവോ ഇഡ്ലിമാവോ ഒക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പകുതി നാളികേരം ചിരകിയത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഓരോരുത്തരുടെയും എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു കറിവേപ്പില ചേർക്കുമ്പോൾ. കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ്, കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ഇവിടെ ഒരു ചമ്മന്തി പരുവത്തിൽ, ചമ്മന്തി പരുവെന്നല്ല ചമ്മന്തി തന്നെ, ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ളത് ദോശമാവാണ്. ഇതിപ്പോൾ നല്ല കട്ടിക്കുള്ള ദോശമാവാണ് കേട്ടോ. ഒരു ഇഡ്ലിമാവിൻ്റെ ഒക്കെ പരുവത്തിലുള്ള മാവാണ്. അപ്പോൾ ഒത്തിരി ലൂസായിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോ എങ്ങാനും അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കട്ടിയുള്ള മാവായതുകൊണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ദോശമാവിൽ നിന്നും കുറച്ച് മാവ് മാത്രം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടോ, നല്ല കട്ടിയുള്ള നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുള്ള ദോശമാവാണ്. അപ്പോൾ ഇനി അതവിടെ മാറ്റി വയ്ക്കും, നന്നായി ഇളക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തി കൂട്ടിൽ നിന്നും കുറേശ്ശെ ചമ്മന്തി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. നല്ല കുട്ടി കുട്ടി ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ നല്ല ബോൾ പോലെ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. അതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ വേണത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല രസമായിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ചമ്മന്തി ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ്. അങ്ങനെ മുഴുവൻ ചമ്മന്തിയും നമ്മൾ കുട്ടി കുട്ടി ബോൾസ് ആക്കി വെച്ചു. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചമ്മന്തിയുടെ ബോൾസ് ഉണ്ടല്ലോ, അത് ആ ദോശമാവിൻ്റെ ബാറ്ററിലിട്ട് എല്ലാ ഭാഗത്തും ആ ദോശമാവൊന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ ദോശമാവിൽ നിന്നും കോരി നല്ലതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ചമ്മന്തിയുടെ ബോൾസും ദോശമാവിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വരും കേട്ടോ, ദോശമാവല്ല നല്ലപോലെ മൊരിഞ്ഞ് വരും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ബോൾസ് എല്ലാം ദോശമാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ ദോശ ഉണ്ടാക്കി വൈകുന്നേരം ദോശ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒരു കുട്ടി സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.